ജിസ്മ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ ഈ അഖിലും നിമ്നയൊക്കെ തുടങ്ങി വെച്ച ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഫേസ്ബുക്കിൽ സ്റ്റോറിയൊക്കെ ചെയ്ത് പുസ്തകങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, റീൽസും ഇതുകൊണ്ട് മാത്രം റീച്ച് കൊണ്ട് മാത്രം പുസ്തകം വിറ്റ് പോവോ? അതില്ലെങ്കിൽ പുസ്തകം നിൽക്കൂലേ? ഞാൻ ചോദിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിലെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഇല്ലെങ്കിൽ പുസ്തകം നിലനിൽക്കുമോ? ആ ആൾക്കാർ വായിക്കില്ല? അങ്ങനെ ഒരു സംശയം, ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടോ എഴുത്തുകാർക്ക്? നമ്മൾ ഈ ഇരിക്കുന്ന വേദി കാഫസ്റ്റിൻ്റെ 6th എഡിഷനാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് വന്ന ഈ റീൽസും ട്രെൻഡ്സും ഇൻസ്റ്റഗ്രാമും കൊണ്ടല്ല സാഹിത്യം വളർന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. കാലങ്ങളായിട്ട് പുസ്തകങ്ങൾ വായിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും നിരൂപണങ്ങൾ ചെയ്യുകയും ആസ്വാദനക്കുറിപ്പുകൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ. ഈ വളരെ അടുത്ത കാലത്താണ് ട്രെൻഡ്സും റീൽസും ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മറ്റൊരു വശം പറയേണ്ടത്, ഇത് വളരെ സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു, നമ്മൾക്കിതിനെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ റീൽസ് കൊണ്ടും മറ്റുള്ള ഈ പറഞ്ഞ സ്റ്റോറി കൊണ്ടൊക്കെ ആളുകൾ വായിച്ച പുസ്തകങ്ങൾ നമ്മൾ അറിയുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് എല്ലാവരും പോകുന്ന ഇടങ്ങളും കാണുന്ന സ്ഥലങ്ങളും ഉടുക്കുന്ന വസ്ത്രങ്ങളും എല്ലാം തന്നെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ച് അവരത് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഇത്തിരി സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു തോന്നൽ. ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു. ഈ കാലത്ത് എല്ലാതും മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അക്കൂട്ടത്തിൽ പബ്ലിഷേഴ്സിൻ്റെ പുസ്തകങ്ങളും മാർക്കറ്റ് ചെയ്യുന്നു. ഇതിനെ പുസ്തകങ്ങൾ, ഇന്ന പുസ്തകം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു പരിചയപ്പെടുത്തലാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്. വേണമെങ്കിൽ വാങ്ങാം, വേണമെങ്കിൽ വായിക്കാം, അത്ര മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. എൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ അസ്വസ്ഥതപ്പെടാൻ ഒന്നുമില്ല. പുസ്തകങ്ങൾ വായിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അത് ഇഷ്ടമുള്ളവർ വായിക്കട്ടെ. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ട്രെയിനിൽ ഇരുന്നിട്ട് എനിക്കൊരു മെസ്സേജ് വന്നത്, ഈ പുസ്തകം ഞാൻ മാറ്റി വെച്ചതിൽ ഞാൻ ഖേദപ്പെടുന്നു, ഇത്രയും വായിക്കാൻ വൈകിപ്പോയി എന്നതിൽ എനിക്ക് വിഷമമുണ്ട്, നല്ല പുസ്തകമാണ് എന്ന് പറഞ്ഞു. കാരണം ആ വ്യക്തി റീൽസ് ഒരുപാട് വന്ന പുസ്തകങ്ങൾ വായിക്കില്ല എന്നൊരു തീരുമാനം എടുത്തു. അപ്പം നമ്മൾ കാണുന്നത് പുസ്തകം ഒരുപാട് റീൽസ് കണ്ട് ആളുകൾ വായിക്കുന്നു എന്നുള്ള ഒരു വശമേ നിങ്ങൾ കാണുന്നുള്ളൂ. മറുവശത്ത് റീൽസ് ചെയ്ത പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്ന് തീരുമാനം എടുക്കുന്ന ഒരു കാറ്റഗറി ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ട്രെൻഡ് എന്നുള്ളൊരു വാക്ക്, ഇപ്പോൾ എൻ്റെ പുസ്തകം കൂടുതൽ വിറ്റ് പോകുമ്പോൾ എനിക്കതിൽ സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായി തുടങ്ങി. അല്ലെങ്കിൽ എൻ്റെ പുസ്തകം ഒരു റീലിൽ നല്ല സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ സീനിയർ ഓതേഴ്സ് അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള സാഹിത്യത്തിലായിരുന്നു, ലൈറ്റ് റീഡിങ് അല്ലാത്ത പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പത്രത്തിൽ 2 പുസ്തകങ്ങളെ കൂടെ എൻ്റെ പുസ്തകം കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുകയും ട്രെൻഡ് സെറ്റിൽപ്പെട്ട 2 പുസ്തകങ്ങൾക്കൊപ്പം എൻ്റെ പുസ്തകം കാണുമ്പോൾ വേദനിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ട്രെൻഡ് എന്നുള്ള വാക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ട്രെൻഡിനെ സമൂഹത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഇത്രയും നിറഞ്ഞ സദസ്സുണ്ട്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു മഹാഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴും വായനയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ആളുകൾ വായനയിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ജനപ്രിയ നോവലുകളായിരിക്കും. ഈ കൊമേഴ്ഷ്യൽ സിനിമ ഹിറ്റാവുന്നൊക്കെ പോലെ ജനപ്രിയ നോവലുകൾ ഒരുപാട് വിറ്റഴിക്കപ്പെടും. അതവിടെ സാഹിത്യം ഇല്ലാതാവുന്നതല്ല. നമ്മുടെ ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ ഒരു 5ഓ 10ഓ പേരാണ് സീരിയസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്നത്. ബാക്കി 40 പേരും ഇച്ചിരി ലൈറ്റ് റീഡിങ്ങിനൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ്. അപ്പോൾ ഒരുപാട് മനുഷ്യർ ഈ വായനയിലേക്ക് വരുമ്പോൾ അവരവിടെ ചൂസ് ചെയ്യുന്നത് ലൈറ്റ് റീഡിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. കൂടുതൽ വിറ്റ് പോകുന്നത് അത്തരത്തിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ അവരും വായിക്കുന്നുണ്ട് എന്നുള്ള വളരെ വളരെ ലഘുവായിട്ട് അതിനെ കാണേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ ഒരു റീല് കണ്ട് ഇപ്പോൾ നിമ്നയുടെയും അഖിലിൻ്റെയും ഒക്കെ റീല് എല്ലാ പേജിലും വരുന്നതാണ്. അതായത് പുസ്തകം വായിക്കാത്തവർ ഇൻസ്റ്റഗ്രാമിലടക്കം ആ റീൽസ് കയറി വരും. അപ്പോൾ അവരൊരു കൗതുകത്തിൻ്റെ പേരിൽ ആ പുസ്തകം വാങ്ങിയിട്ട് ചിലപ്പോൾ ആ പുസ്തകം പകുതി വെച്ച് നിർത്താം, അല്ലെങ്കിൽ മുഴുവനാക്കാം. രണ്ടാമത്തെ ഒരു പുസ്തകത്തിലേക്ക് പോകണമെന്ന് പോലുമില്ല. പക്ഷേ അങ്ങനെ ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ അവർ കൊഴിയുകയും അവിടെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും സാഹിത്യത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് കായലൊക്കെ വരുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ തന്നെയുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ഇങ്ങോട്ട് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കിതിൽ വെച്ചുകൂടെ? മറ്റുള്ളവർ വായിക്കുകയോ വായിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ, എൻ്റെ വാട്സപ്പ് ഞാൻ അധികം ഉപയോഗിക്കില്ല, അതെൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള കുടുംബത്തിലുള്ള റിലേറ്റീവ്സോ എൻ്റെ സിബ്ലിങ്സോ പാരൻസോ ഒക്കെയാണുള്ളത്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ ഒക്കെ വാൾപേപ്പറിൽ ഞാൻ കാണുന്ന കോട്ട്സ് നമ്മുടെ എഴുത്തുകാരുടെ കോട്ട്സാണിപ്പോൾ. ആ കോട്ട്സ് ആരാണ് എഴുതിയതെന്ന് അവർക്ക് അറിയണമെന്നില്ല.
അത് ഏത് പുസ്തകത്തിലേതാണെന്ന് അവർക്ക് അറിയണമെന്നില്ല. പക്ഷെ അവർ ആ കോട്ട്സ് കാണുമ്പോൾ അത് അവരുടെ ആ നേരത്തെ ഇമോഷനുമായി അറ്റാച്ച് ചെയ്തിട്ട് അത് അവരെടുത്ത് സ്റ്റോറി ആക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയോ ചെയ്യുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കുന്നത് പുസ്തകമോ എഴുത്തുകാരെ അറിയാതെ പോലും ആ വരികൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. ആ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ആ വരി ചിലപ്പോൾ അത്ര ഉൾക്കൊണ്ടിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ എൻ്റെ ഉമ്മ പുസ്തകമോ ആ എഴുത്തുകാരെയോ അറിയാതെ ആ വരി അത്രമേൽ ഡെപ്തിൽ ഉൾക്കൊണ്ടിട്ടാണ് ആ സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ചിന്തിക്കേണ്ടതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. ആളുകൾ ആ വരികൾ ആഘോഷിക്കുന്നു, ആളുകൾ പുസ്തകങ്ങളെ ആഘോഷിക്കുന്നു, കുറച്ച് ആളുകളെങ്കിലും വായനയിലേക്ക് വരുന്നു, അതിൽ കുറച്ച് പേരെങ്കിലും സ്ഥിരമായ വായനയിലേക്ക് ചേക്കേറുന്നു. ഇപ്പം എൻ്റെ പുസ്തകമോ അല്ലെങ്കിൽ നിമ്നയുടെ പുസ്തകമോ അഖിലിൻ്റെ പുസ്തകമോ വായിച്ചതിന് ശേഷം രണ്ടാമതും മൂന്നാമതും ഒക്കെ ചൂസ് ചെയ്യുന്ന പുസ്തകങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല കഷ്ടപ്പെട്ട് വായിച്ച പുസ്തകങ്ങളാണ്. വായിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അതിനുള്ള റിവ്യൂ, അസാധ്യമായ റിവ്യൂ ആണ് ഈ വ്യക്തികൾ ഇടുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ വായന എന്ന അവരുള്ളിലുള്ള കഴിവിനെ അവർക്ക് പുറത്ത് കാണിക്കാൻ കഴിയാതെ പോയ അവസ്ഥയായിരിക്കും അവർക്ക്. അപ്പോൾ ഇങ്ങനെ റീൽ കാണുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവരുടെ ഉള്ളിലൊരു വായനക്കാരുണ്ടെന്ന് അവർ തിരിച്ചറിയുകയും ഇന്ന് എൻ്റെ പുസ്തകം മാത്രം വായിച്ചുള്ളൊരു കുട്ടി ഇന്ന് വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോയത് 8 പുസ്തകമാണ്. അതിലെൻ്റെ രണ്ടാമത്തെ പുസ്തകം ഉണ്ടായിരുന്നു. അത് സൈൻ ചെയ്യാൻ ആ കവറിൽ നിന്ന് എടുക്കുമ്പോൾ 8 പുസ്തകങ്ങൾ ആ കവറിലുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് വായിക്കാൻ ഇഷ്ടമുണ്ട്, ആ കുട്ടി അറിഞ്ഞിരുന്നില്ല അത്. അപ്പോൾ അവർ ഒരു ഒഴുക്കിനിരുന്ന് ഇൻസ്റ്റഗ്രാമിൽ പലതും കാണുമ്പോൾ ഒരു റീല് കാണുകയും അതിൻ്റെ ക്യാപ്ഷൻസ് കാണുകയും ചെയ്യും, പുസ്തകം എടുത്ത് വായിക്കുന്നു. അപ്പോൾ ഈ ട്രെൻഡെന്നും ഈ റീൽസെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ്. അവർ വായിക്കട്ടെ, വായിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക. അതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും മലയാള സാഹിത്യത്തിൻ്റെ നല്ല കൃതികളിലേക്ക് തേടി വരും. ഇത് മോശം കൃതിയായിട്ട് പറയുന്നതല്ല, പക്ഷേ എന്തൊക്കെയാണെങ്കിലും എഴുത്തിന് തലങ്ങളുണ്ട്. തീർച്ചയായിട്ടും എഴുത്തിനും വായനയ്ക്കും തലങ്ങളുണ്ട്. ഞാൻ വായിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഓതേഴ്സിൻ്റെ കൃതികളിലേക്ക് ഞാൻ എത്തിപ്പെടണമെങ്കിൽ ഞാൻ ഒരുപാട് സഞ്ചരിക്കണം, ഞാൻ ഒരുപാട് വായിക്കണം. അപ്പോൾ ആ എഴുത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തുവാനുള്ള ആദ്യ പടിയായിട്ട് ഈ പുസ്തകങ്ങളൊക്കെ ഇരിക്കട്ടെ, അതിൽ നിന്നും അടുത്ത പടിയിലേക്ക് അവർ കയറട്ടെ. അതിനുള്ളൊരു അവസരം കൊടുക്കുക, ആരെയും നിരുത്സാഹപ്പെടുത്താതിരിക്കുക. ഈ ട്രെൻഡ് എന്നുള്ള വാക്ക്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൈങ്കിളി എന്നുള്ള വാക്ക് ഇല്ലായ്മ ചെയ്യേണ്ട കാലമായി. കാരണം നമ്മളെല്ലാവരും പൈങ്കിളി പ്രണയത്തിൽ അകപ്പെട്ടിട്ടും ഞാൻ പൈങ്കിളിയല്ല എന്ന് പറയാനുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. അത് തന്നെ ട്രെൻഡ് പുസ്തകങ്ങളെ വായിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ഞാനത് വായിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ എൻ്റെ പുസ്തകം ഇറക്കുന്ന സമയത്ത് 2000 ഫോളോവേഴ്സ് എനിക്ക് തികഞ്ഞിട്ടില്ല ആ സമയത്ത്. പക്ഷെ ഞാൻ എൻ്റെ ഫോട്ടോസ് ഇട്ട് എന്തെങ്കിലും ഒരു അടിക്കുറിപ്പൊക്കെ എഴുതി ഇടാറുണ്ട്. പക്ഷേ അതിൽ നിന്നും ഇന്നും എനിക്ക് ആകെയുള്ളത് 6000 സംതിങ് ഫോളോവേഴ്സാണ്. ഇത് ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയില്ല, ഞാനൊരു പുസ്തകം എഴുതി ഒരു ഘട്ടത്തിൽ അത് പബ്ലിഷേഴ്സിന് കൊടുക്കുന്നു, അത് പബ്ലിഷ് ആവുന്നു. ഇത് മുന്നോട്ട് വരാൻ എനിക്കൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. പബ്ലിഷേഴ്സ് ഇതിന് വേണ്ടിയൊന്നും ചെയ്തില്ല. കാരണം ആ സമയം ആയപ്പോഴേക്കും ഈ ഒരു ട്രെൻഡ് എന്നുള്ള സാധനം കത്തിപ്പടർന്നു കഴിഞ്ഞു. അപ്പോൾ മറ്റുള്ള പുസ്തകങ്ങൾക്ക് മേലെ പുതിയ പുസ്തകങ്ങൾ വരരുത് എന്നുള്ളൊരു സമ്മർദ്ദം പബ്ലിഷേഴ്സിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൊളാബ് പോലും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ എൻ്റെ പുസ്തകം ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പോഴും ഇവിടെ ഏറ്റവും മേലെ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട്. അവരിൽ പലരും എൻ്റെ പുസ്തകം തൊട്ടിട്ടില്ല. പക്ഷെ പുസ്തകം പോകുന്നുണ്ട്. പുസ്തകത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇല്ലാതെ പുസ്തകം നിലനിൽക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഇമോഷൻസിനെ ടച്ച് ചെയ്യുമ്പോഴാണ്, പിന്നെ അവർക്ക് വായിച്ചെടുക്കാനും കുറച്ച് പ്രയാസമാണല്ലോ. അപ്പോൾ അവർ വായിച്ചെടുക്കുമ്പോൾ അവരെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പുസ്തകം നിലനിൽക്കും. ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സാഹിത്യം നിലനിന്നതെന്നുള്ളൊരു കോൺസെപ്റ്റും വേണ്ട. പക്ഷെ അവരും ഇരിക്കട്ടെ, കാരണം പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ഇനിയും ഒരുപാട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനും ആളുകളിലേക്ക് എത്തിക്കാനും അവരും കൂടെ ഇതിൽ ജോയിൻ ചെയ്യട്ടെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പുസ്തകം പരിചയപ്പെടുത്തലും നിരൂപണവും രണ്ടും രണ്ട് തന്നെയാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിരൂപണവും പുസ്തകം പരിചയപ്പെടുത്തലും രണ്ടും രണ്ട് തന്നെയാണ്. അത് ഒന്ന് ഉൾക്കൊള്ളലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് പറയലും മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം വായിച്ചവരുടെ ആഘോഷങ്ങളാണ്. റീൽസ് എന്ന് പറയുന്നത് വായിച്ചവരുടെ ആഘോഷങ്ങളാണ്.